നമസ്കാരം. കുറേ ദിവസങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ റാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്കിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. വലിയ എഴുത്തുകാർ, വലിയ സാഹിത്യകാരന്മാരെന്നൊക്കെ അവകാശപ്പെടുന്ന പലരും അതിനെ വിമർശിച്ച് കണ്ടു. ആ പുസ്തകം നിലവാരമില്ലാത്തതാണ്, അതിനെന്തിന് അവാർഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അതിനെ എതിർത്തും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ആ പുസ്തകം ഞാൻ വായിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. ഇവരൊക്കെ വായനയുടെ നിലവാരം അതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ വലിയ സാഹിത്യകാരന്മാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളിൽ കൂടെയും ഭാഷകളിൽ കൂടെയും എഴുതുന്ന പുസ്തകങ്ങളാണോ എല്ലാവരും വായിക്കേണ്ടതെന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെയുള്ള പുസ്തകങ്ങൾക്ക് മാത്രമേ അവാർഡ് കിട്ടാവൂ എന്നാണോ? ഞാനൊക്കെ വായന തുടങ്ങിയത് നിങ്ങളൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന മാപ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്ന മനോരമ, മംഗളം, മാമാങ്കം, അങ്ങനെ പല വാരികകളുണ്ടായിരുന്നു കോട്ടയത്തുനിന്ന് ഒരു കാലത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. അതിൽ കൂടെയാണ് വായന തുടങ്ങിയത്. വായനയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ആ മാസികകളാണ്. അതിനകത്ത് എഴുതിയിരുന്ന മുട്ടത്ത് വർക്കി, ജോൺസൺ പുളിങ്കുന്ന്, കാനം EJ, ജോയ്സി, CV നിർമ്മൽ, ഇങ്ങനെ പല എഴുത്തുകാർ. ആ എഴുത്തുകാരുടെ വായനയാണ് നമ്മളെ വായനയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് നമ്മളൊരു വായനക്കാരനായി മാറിയത്. നമ്മളെ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ വായനയിൽ കൂടിയാണ്. മനുഷ്യനോട് അടുത്ത് നിൽക്കുന്ന, മനുഷ്യന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള സാഹിത്യമേ ഉള്ളായിരുന്നു അവരുടെയൊക്കെ എഴുത്തുകളിൽ. ആ എഴുത്തുകാരനെ നമുക്ക് കൂടുതൽ വായിക്കാൻ തോന്നി. റാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്ക് അതുപോലെ തന്നെയാണ്. സാധാരണക്കാരനായ ഏതൊരുത്തനും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയിൽ എഴുതിയിരിപ്പിക്കുന്ന പുസ്തകമാണത്. ഇപ്പോഴുള്ള ചെറുപ്പക്കാരും ഇപ്പോഴുള്ള തലമുറ വായനയിൽ നകന്നു പോകുന്നവരാണ്. പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവരൊന്നുമല്ല. എല്ലാം വിരൽത്തുമ്പിൽ, മൊബൈലിൽ, കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിൽ കിട്ടുന്നതും ഗൂഗിളിൽ കൂടെ കിട്ടുന്നതും ChatGPT എല്ലാം കിട്ടുന്നുണ്ട് വിവരങ്ങൾ. പക്ഷേ വായനയിൽ നിന്ന് അവർ അകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അവരെ വായനയിലേക്ക് അടുപ്പിക്കാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾക്ക് കഴിയുന്നുണ്ട്. റാം കെയർ ഓഫ് ആനന്ദിക്ക് 4 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അത് പലരും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എൻ്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വായിച്ച് എൻ്റെ സുഹൃത്തുക്കൾ പലരും വായിച്ചു. ഇപ്പോഴും ആ പുസ്തകം പലരുടെയും കയ്യിൽ ഇരിക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ അത് തിരിച്ചെത്തിയിട്ടില്ല. അത് വായിക്കാൻ താല്പര്യമുള്ളവർ അത് വായിക്കുന്നു. അങ്ങനെ അവർ വായനയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാനുള്ള താല്പര്യം ഈ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കടിച്ചാൽ പൊട്ടാകാത്ത സാഹിത്യം എഴുതുന്നത് മാത്രമാണ് സാഹിത്യമെന്നും അങ്ങനെയുള്ള പുസ്തകങ്ങൾക്ക് മാത്രമേ അവാർഡ് കൊടുക്കാവൂ എന്നും പറയുന്ന വെറും വിഡ്ഢിത്തരമാണ്. നിങ്ങൾ എഴുതുന്ന കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യം വായിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഒരു തലമുറയല്ല ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരല്ല ഇപ്പോൾ ഉള്ളത്. അവർക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്നതും അവരുടെ ജീവിതത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്നതും ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി കണക്ട് ചെയ്യുന്നതും ലളിതമായ ഭാഷയിൽ എഴുതിയതുമായ പുസ്തകങ്ങൾ വായിക്കാൻ അവർക്ക് താല്പര്യം. അങ്ങനെ വായിച്ചവർ വായനയിലേക്ക് കൂടുതലായിട്ട് വരും, കൂടുതൽ പുസ്തകം വായിക്കാൻ താല്പര്യപ്പെടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിടുവായിത്തം പറഞ്ഞ് പുതിയ എഴുത്തുകാരെ വെറും പുതു തലമുറയിലെ എഴുത്തുകാരെ വെറും ലോ ക്ലാസ് എഴുത്തുകാരാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ഈ പരിപാടി നിർത്തണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ.